ഹലോ കൂട്ടുകാരെ, വ്യത്യസ്തത നിറഞ്ഞൊരു മലയാളം ഹൊറർ മൂവി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഡിയാസിറ എന്ന സിനിമയാണ്. ഡിയാസിറ എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അതോ ഡയസിറയും ആകാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോസിന് ലൈക്സ്, കമന്റ്സ് എന്നിവ തരാൻ മറക്കരുത്. ശരി, ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മധു എന്ന കോൺട്രാക്ടറെയാണ്. അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള കനി എന്ന ഒരു പെൺകുട്ടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അവിടെ മധുവും കനിയുടെ ഫാമിലിയും നാട്ടുകാരും ഒക്കെ കൂടിയിട്ടുണ്ട്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കാണിക്കുന്നത് നായകനായ റോഹനെയാണ്. ആളൊരു പ്ലേ ബോയ് ആണ്. യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ ഒരു അടിച്ചു പൊളിച്ച് നടക്കുന്ന പയ്യൻ. വീട്ടിൽ ഫ്രണ്ട്സിനൊപ്പം ചില്ല് ചെയ്യുമ്പോഴാണ് ഒരു കൂട്ടുകാരൻ അവനോട് കനി ആത്മഹത്യ ചെയ്ത കാര്യം പറയുന്നത്. സംഭവം നടന്നിട്ടിപ്പോൾ 2 ദിവസമായി. ഇവനും കനിയുമായി ചെറിയൊരു പ്രണയത്തിലായിരുന്നു. സംഭവം അറിഞ്ഞിട്ടും ഇവന് വലിയ സങ്കടമൊന്നുമില്ല. പിറ്റേന്ന് ഇവന്റെ ഫോണിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ധാരാളം ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അതൊക്കെ ഇവൻ നോക്കിക്കാണുന്നു. റോഹൻ ആ കൂട്ടുകാരനുമായി കനിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ മധുവിനെ പരിചയപ്പെടും. കനിയുടെ അച്ഛനെ കണ്ട റോഹൻ കനിയുടെ അനിയനെ കാണാനായി മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവൻ കനിയുടെ മുറി കാണുന്നത്. ഉടനെ അവൻ ആ മുറിയിലേക്ക് കയറുന്നു. ചുമ്മാ ഒരു കൗതുകത്തിന് അവിടെ കണ്ട കനിയുടെ ഒരു ഹെയർ ക്ലിപ്പ് അവൻ എടുക്കുന്നു. റോഹൻ അനിയനെ കണ്ട് സംസാരിപ്പിച്ച് അവനെ ആശ്വസിപ്പിക്കുന്നു. കിണറ്റീന്നെടുത്ത കനിയുടെ പേടിപ്പെടുത്തുന്ന മുഖമാണ് അനിയന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. റോഹന് ഫാമിലിയുമായിട്ടൊന്നും അത്ര അടുപ്പമില്ല. അവന്റെ കുടുംബം അമേരിക്കയിലാണ്. രാത്രി കിടക്കാൻ വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന കനിയുടെ ഹെയർ ക്ലിപ്പ് അവൻ കാണുന്നത്. ഉടനെ അതെടുത്തവൻ ഡ്രോയറിലിടും. പെട്ടെന്നാണ് കതക് പതിയെ തുറക്കുന്നത്. അസ്വസ്ഥത തോന്നിയ അവൻ റൂമിന് പുറത്തിറങ്ങി ആരെങ്കിലും ഉണ്ടോന്ന് നോക്കും. മധു ആളൊരു നമ്പൂതിരിയാണ്. പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യ കുടുംബം. കൂടെ അമ്മയുമുണ്ട്. അച്ഛന്റെ കൂട്ട് പൂജയും വഴിപാടുകളും ഒക്കെ ചെയ്യാനാണ് അമ്മ പറയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്ക് കനിക്ക് അപകടം പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ അയാൾ അത് ആരോടും പറഞ്ഞിരുന്നില്ല. നീ അത് പറഞ്ഞിരുന്നേൽ ആ കുട്ടി രക്ഷപ്പെടില്ലേ എന്ന് അമ്മ അയാളോട് ചോദിക്കുന്നു. കനിയുടെ വീട്ടിൽ അനിയൻ ഒഴിച്ച് ആരും ഓക്കെ ആയിട്ടില്ല. അനിയന് അത്ര പ്രശ്നമൊന്നുമില്ല. രാത്രിയിൽ ഉറങ്ങുന്ന റോഹന്റെ തലയിൽ ആരോ ഊതിയതുപോലെ തോന്നി അവൻ ചാടി എഴുന്നേൽക്കുന്നു. നോക്കുമ്പോ ബെഡിൽ ആരോ ഇരുന്നതുപോലെ അത് അനങ്ങുന്നുണ്ട്. ഒപ്പം ചിലങ്കയുടെ ശബ്ദവും. പേടിച്ച് റൂമിന് പുറത്തിറങ്ങി അവൻ വാതിലടയ്ക്കുന്നു. എന്നിട്ട് ചെവി ഓർത്തു നോക്കുമ്പോ ആ ക്ലിപ്പ് ആരോ തുറക്കുന്ന സൗണ്ട് അവന് കേൾക്കാം. പേടി തോന്നിയ അവൻ ഉറങ്ങാതെ ലിവിംഗ് റൂമിൽ പോയിരുന്ന് നേരം വെളുപ്പിക്കുന്നു. ഈ സംഭവത്തിൽ റോഹൻ ആകെ കിളി പറന്ന് നിൽക്കുകയാണ്. കനി ആത്മഹത്യ ചെയ്ത കിണർ വീട്ടുകാർ മൂടുന്നു. റോഹൻ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും. ആളാകെ ഡിപ്രസ്ഡ് ആണ്. രാത്രിയിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പാത്രത്തിന്റെ അടപ്പ് തനിയെ തെറിച്ചു പോകുന്നത്. പെട്ടെന്ന് അദൃശ്യമായ ഒരു രൂപം അവനെ ആക്രമിക്കുന്നു. അതവന്റെ കയ്യിൽ കടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ വലിച്ചെറിയും. അതോടെ റോഹന്റെ ബോധം പോകും. പിറ്റേന്ന് ജോലിക്ക് വന്ന സെക്യൂരിറ്റിയും ജോലിക്കാരിയും അവൻ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് അവനെ ഒരുവിധം വിളിച്ചുണർത്തും. ഉത്തരവാദിത്തമുള്ള സെക്യൂരിറ്റിക്കാരൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന്റെ അച്ഛനെ വിളിച്ചറിയിക്കുന്നുണ്ട്. കനിയുമായുള്ള പഴയ വീഡിയോ കാണുമ്പോഴാണ് റോഹന് അവൾക്ക് അവന്റെ മുടി വലിയ ഇഷ്ടമായിരുന്നെന്ന് ഓർമ്മ വന്നത്. ദേഷ്യം വന്ന അവൻ ആ മുടി മുറിച്ചു കളയുന്നു. കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ റോഹൻ മധുവിനെ കാണും. അവൻ അയാളോട് നടന്ന കാര്യങ്ങൾ പറയും. ഇവനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ അവൾ കല്യാണക്കാര്യം പറഞ്ഞതോടെ റോഹൻ അവളെ ഒഴിവാക്കി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവൻ ഇപ്പോൾ അറിഞ്ഞത് അവളുടെ ആത്മഹത്യയാണ്. കന്നിയുടെ ആത്മാവ് ആ വീട്ടിൽ ചെന്ന ശേഷം തന്നെ വേട്ടയാടുന്നു എന്ന സത്യം റോഹൻ അയാളോട് പറയും. അയാൾക്കും ആ ആത്മാവിന്റെ പ്രസൻസ് അവിടെ കിട്ടുന്നുണ്ട്. റോഹൻ അയാളോട് ഈ കാര്യം അവളുടെ വീട്ടിൽ പറഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കും. കനിയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിട്ടും ശല്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യാം എന്നയാൾ പറയും. തിരികെ വീട്ടിലെത്തിയ റോഹൻ ജോലിക്കാരോട് എപ്പോഴും വീട്ടിലെ ലൈറ്റ്സ് ഓൺ ആയിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകും. കനിയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാകുന്നു. അതോടെ റോഹന് ഒരൽപ്പം ആശ്വാസം തോന്നും. രാത്രിയിൽ അവൻ നടത്തുന്ന പാർട്ടിയിലേക്ക് കനിയുടെ അനിയൻ കിരൺ വരും. അവനും അത്ര വിഷമം ഉള്ളതുപോലെയൊന്നും തോന്നുന്നില്ലായിരുന്നല്ലോ. എന്നാൽ കുറെ നേരം സംസാരിച്ചു കഴിയുമ്പോഴാണ് റോഹന് കിരൺ ചേച്ചി മരിച്ച വിഷമങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നത്. റോഹൻ അവനോട് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറയും. ഇത് കേട്ട കിരൺ അവനോട് ദേഷ്യപ്പെടും. പെട്ടെന്ന് അവൻ റോഹന്റെ മുമ്പിൽ വിഷമം കൊണ്ട് കരയും. കരഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുന്ന അവന്റെ അടുത്തേക്ക് ചിലങ്കയുടെ ശബ്ദവുമായി ആത്മാവ് വന്ന് അവനെ ബാൽക്കണിയിൽ നിന്നും ഉയർത്തി താഴേക്കിടും. ഇത് കണ്ട് റോഹൻ ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കും. ഈ സീൻ ഒരു ഇച്ചിരി സീനാണ്. ഇതിൽ എനിക്ക് അസ്വസ്ഥത തോന്നിയ ഒരു സീനും ഇത് തന്നെയാട്ടോ. റോഹൻ അവനെ ആശുപത്രിയിൽ എത്തിക്കും. അവിടെയാണെങ്കിൽ
കനിയുടെ വീട്ടുകാരും മധുവുമുണ്ട്. അയാൾ അവനോട് ഇവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടും. രാത്രിയിൽ വീട്ടിലെത്തിയ റോഹൻ കനിയുടെ ഹെയർ ക്ലിപ്പ് എടുത്ത് ഓരോന്ന് ചിന്തിച്ച് അതിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ചുമ്മാതിരിക്കുമ്പം ഈ ക്ലിപ്പ് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇവൻ അറിയാം ഇവിടെ കനിയുടെ പ്രേതമുണ്ടെന്ന്. പിന്നെ എന്തിനാടാ നീ ഇതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നേ? ഇവൻ ആ ക്ലിപ്പ് തുറക്കുമ്പം അടുക്കളയിൽ ലൈറ്റ് അണയുകയും കത്തുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയ റോഹൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ ക്ലിപ്പ് എടുത്ത് തുറക്കും. ആൾക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. വീടിനകത്ത് എന്തോ ശബ്ദം കേട്ട അവൻ മൊബൈൽ വെട്ടത്തിൽ താഴേക്ക് വരും. കിച്ചണിൽ ടാപ്പ് തുറന്നു കിടക്കുകയാണ്. പെട്ടെന്ന് പാത്രങ്ങൾ താഴേക്ക് വീണ് പൊട്ടും. ചിലങ്കയിട്ട് പേടിപ്പെടുത്തുന്ന ഒരു രൂപം അവിടെ റോഹൻ കാണും. അതൊരു ആണിന്റെ മെലിഞ്ഞ പ്രേതമാണ്. അത് സ്റ്റെയർ കേസിൽ നിന്ന് ചിലങ്കിയിട്ട് ഇങ്ങനെ പതിയെ പതിയെ നടക്കും. രാവിലെ തന്നെ റോഹന്റെ അടുത്തേക്ക് മധു വരും. അവന്റെ അവസ്ഥ കണ്ട അയാൾക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാകും. അയാൾ ആ വീടിനകം മുഴുവൻ പരിശോധിക്കും. ശല്യം ചെയ്യുന്നത് കനിയല്ല, അതൊരാണാണ് എന്നവൻ പറയും. കനിയുടെ വീട്ടിൽ പോയപ്പോഴുണ്ടായ കാര്യങ്ങൾ അയാൾ തിരക്കുമ്പോഴാണ് കനിയുടെ ക്ലിപ്പ് എടുത്ത കാര്യം റോഹൻ അയാളോട് പറയുന്നത്. അത് കേട്ട അയാൾ പ്രേതം ഒരു പുരുഷനായതുകൊണ്ട് ഒന്നുകിൽ കനിയെ ഇഷ്ടപ്പെടുന്ന, അവളുടെ സാധനങ്ങൾ സ്വന്തമാണെന്ന് കരുതുന്ന ഒരാത്മാവായിരിക്കും ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി റോഹനും മധുവും കനിയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അവളുടെ ചിലങ്ക മിസ്സായത് ഇവർക്ക് മനസ്സിലാകുന്നത്. കനിക്ക് പൊതുവെ ആരുമായും അധികം അടുപ്പമൊന്നുമില്ല. കനിയുടെ ജനലിൽ നിന്ന് നോക്കിയാൽ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന എൽസമ്മയുടെ വീട് കാണാം. അവരോട് കനിയെക്കുറിച്ച് തിരക്കും. എന്നാൽ അവർക്കും കനിയെ പറ്റി ഒന്നും അറിയില്ല. തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ മധു റോഹനെ ഉപദേശിക്കും. ഈ മധുവിനും എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആത്മാവിന്റെ സാന്നിധ്യം അയാൾക്ക് അയാളുടെ വീടിന്റെ ഭാഗത്ത് തോന്നും. രാത്രിയിൽ റോഹൻ പതിവില്ലാതെ അമ്മയെ വിളിക്കും. അല്ലെങ്കിലും മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ തോന്നുമ്പോൾ അമ്മയോട് സംസാരിക്കുന്നത് ഒരാശ്വാസമാണല്ലോ. ഇതേ സമയം മധു രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് അയാൾക്ക് അവിടെ എന്തോ ഒന്നുള്ളതായി തോന്നുന്നത്. ആരോ ജനലിന്റെ അടുത്ത് നിന്ന് നോക്കുന്നതായി അയാൾക്ക് തോന്നും. അടുത്തിരിക്കുന്ന കസേര തനിയനങ്ങും. പേടി തോന്നിയ അയാൾ പൂജാമുറിയിൽ കയറും. ചിലങ്കയിട്ട് നടക്കുന്ന ശബ്ദവും അയാൾ കേൾക്കുന്നുണ്ട്. ആ രൂപം വാതിലിന്റെ വിടവിലൂടെ അയാളെ നോക്കും. കുറെ നേരമായിട്ടും ശബ്ദം കേൾക്കാതിരുന്ന അയാൾ അടുക്കളയിൽ പോയി ഉപ്പെടുത്ത് അവിടെയൊക്കെ വിതറും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രേതം വന്ന ഉപ്പെടുത്ത് വിതറിയാ മതി. കനിയെക്കുറിച്ച് റോഹനും മധുവും കൂടുതൽ അറിയാനായി അവൾ ഡാൻസ് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകും. കൂട്ടുകാരിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. കനിക്ക് പൊതുവെ അധികം ആരുമായിട്ടും കൂട്ടൊന്നുമില്ലായിരുന്നല്ലോ. പതിയെ അവൾ ഡാൻസും നിർത്തിയിരുന്നു. അപ്പോഴാണ് വളരെ യാദൃശികമായി നടന്ന ഒരു കാര്യം കൂട്ടുകാരി ഓർക്കുന്നത്. അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിൽക്കുന്ന ഒരാൾ കനിയെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. കനി അത് വലിയ കാര്യമായി എടുത്തില്ല. കുറെ നാളായി അയാളെ ഇവര് പിന്നെ കണ്ടിട്ടുമില്ല. ആ കുട്ടി പറഞ്ഞതനുസരിച്ച് റോഹനും മധുവും ആ കടയിൽ പോയി തിരക്കും. ആളുടെ പേര് ഫിലിപ്പ് എന്നായിരുന്നു. അവിടുത്തെ പള്ളിയിലച്ചൻ പറഞ്ഞിട്ടാണ് അവിടെ ജോലി കൊടുത്തത്. ഫിലിപ്പ് പള്ളിയിലെ വചനങ്ങൾ എപ്പോഴും പ്രിന്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫിലിപ്പ് സൗദിയിലാണ്. അവൻ പ്രിന്റ് എടുത്ത് വെച്ച പേപ്പറുകൾ റോഹൻ വാങ്ങുന്നുണ്ട്. ഫിലിപ്പിനെ കുറിച്ച് ഇവർ കൂടുതൽ കാര്യങ്ങൾ തിരക്കും. ഒരു ഏജന്റ് വഴിയാണ് ഫിലിപ്പ് സൗദിയിൽ പോയത്. അതേ ഏജന്റ് തന്നെയാണ് കനിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന എൽസമ്മയുടെ മകൻ മനുവിനെ സൗദിയിൽ കൊണ്ടുപോയത്. ഫിലിപ്പിനെ ജോലിക്ക് നിർത്താൻ പറഞ്ഞ അച്ഛനെ കാണാൻ മധു ചെല്ലും. ആ സമയം ഏജന്റിന്റെ നമ്പർ കിട്ടാനായിട്ട് എൽസമ്മയോട് ചോദിക്കാമെന്നും പറഞ്ഞ് റോഹൻ എൽസമ്മയുടെ വീട്ടിലേക്കും പോകും. ഫിലിപ്പ് പ്രിന്റ് എടുത്തതൊക്കെ ക്രിസ്തീയ വചനങ്ങളാണ്. ഫിലിപ്പിന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടുമോ എന്ന് മധു അച്ഛനോട് ചോദിക്കും. ഫിലിപ്പിന്റെ ഫോട്ടോ കണ്ട മധു റോഹനെ വിളിക്കും. ഈ സമയം എൽസമ്മയുടെ വീട്ടിലെത്തിയ റോഹൻ അവരോട് മനുവിന്റെ നമ്പർ ചോദിക്കും. എന്നാൽ മനുവിന് സ്ഥിരമായി ഒരു നമ്പർ ഇല്ല. പല നമ്പറുകളിൽ നിന്നാണ് അവൻ എൽസമ്മയെ വിളിക്കുന്നത്. എങ്കിൽ ഏജന്റിന്റെ നമ്പർ ഒന്ന് തരാമോ എന്ന് അവൻ ചോദിക്കും. അതെടുക്കാൻ എൽസമ്മ അകത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ട്രോഫികളിൽ എഴുതിയിരിക്കുന്ന പേരവൻ കാണുന്നത്. മനുവിന്റെ യഥാർത്ഥ പേര് ഫിലിപ്പ് എന്നാണ്. ഇത് കേട്ട റോഹൻ ഞെട്ടും. അപ്പോഴാണ് റോഹൻ വീടിനകത്തേക്ക് കയറി നോക്കുന്നത്. അടച്ചിട്ട ഒരു റൂം അവൻ തുറക്കും. ആ ശബ്ദം നമ്പർ തപ്പുന്ന എൽസമ്മ കേൾക്കും. ഇവൻ ഇങ്ങനെ ഏത് വീട്ടിൽ കയറിയാലോ അനുവാദം ഇല്ലാതെ എന്തിനുള്ള മുറിയിലൊക്കെ കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. റൂമിനകത്തേക്ക് കയറിയ റോഹൻ കട്ടിലിൽ കിടക്കുന്ന ജീർണിച്ച ഒരു ശരീരം കാണും. ആ മുറിയിലെല്ലാം ഇയാൾ പ്രിന്റ് എടുത്ത പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ജീർണിച്ച ആ ശരീരത്തിന്റെ കാലിലേക്ക് നോക്കുമ്പോൾ അതിൽ ചിലങ്കയുണ്ട്. ആ മുറിയുടെ ഒരു ഭാഗത്ത് കനിയുടെ ചില സാധനങ്ങൾ ഇരിക്കുന്നത് കാണും. അപ്പോഴേക്കും എൽസമ്മ റോഹനെ പിന്നെയും അടിച്ചിടും. എൽസമ്മയുടെ മകൻ മനു തന്നെയാണ് ഫിലിപ്പ് എന്ന് മനസ്സിലാക്കിയ മധു റോഹനെ വിളിക്കുന്നുണ്ട്. എൽസമ്മ താഴെ വീണ് കിടക്കുന്ന റോഹനോട് കാര്യങ്ങൾ പറയും. മരിച്ചു കഴിഞ്ഞാലും വചനങ്ങൾ കേട്ട്
കനിയെ ജനലിലൂടെ കണ്ട് ഇവിടെ തന്നെ കിടക്കണമെന്നായിരുന്നു ഫിലിപ്പിന്റെ ആഗ്രഹം. ഫിലിപ്പിന് ക്യാൻസർ ആയിരുന്നു. കനിയെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതറിയാവുന്ന എൽസമ്മ അവൾ അറിയാതെ അവളുടെ ഓരോ സാധനങ്ങൾ വയ്യാതെ കിടക്കുന്ന ഫിലിപ്പിന് കൊണ്ടു കൊടുക്കും. നൃത്തം ഉപേക്ഷിച്ചതോടെ കനി ചിലങ്ക ശ്രദ്ധിക്കാതിരുന്നു. ആ സമയത്ത് ഇവർ ആ ചിലങ്ക മരിക്കാറായി കിടക്കുന്ന ഫിലിപ്പിന്റെ കാലിൽ കെട്ടിക്കൊടുക്കും. കനിയുടെ എല്ലാ സാധനങ്ങളും സ്വന്തം സാധനങ്ങളായിട്ടാണ് ഫിലിപ്പ് കരുതുന്നത്. ഫിലിപ്പ് കനിയോട് ഒരിക്കലും സ്വന്തം ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല. കനിയുടെ ചിലങ്കയാണ് ഫിലിപ്പിന്റെ ആത്മാവിനെ ഭൂമിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മോന്റെ ആത്മാവിനെ ഭൂമി വിട്ടു പോകാതിരിക്കാൻ എൽസമ്മ ശരീരം പോലും ദഹിപ്പിക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയ മധു രാത്രിയാകുമ്പോഴാണ് എൽസമ്മയുടെ വീട്ടിലെത്തുന്നത്. അവിടെ അവർ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. അതിലേക്ക് റോഹന്റെ ഫോൺ ആ സ്ത്രീ ഇടുന്നുണ്ട്. റോഹൻ അകത്തു തന്നെയുണ്ടെന്ന് മനസ്സിലായ അയാൾ വീടിനകത്തേക്ക് കയറി അവനെ ഒരു വിധത്തിൽ എഴുന്നേൽപ്പിക്കും. ഫിലിപ്പ് മരിച്ചു കിടക്കുന്നത് കണ്ട മധു റോഹനോട് ആദ്യം ഫിലിപ്പിന്റെ കാലിലെ ഈ ചിലങ്ക അഴിച്ചു മാറ്റാമെന്ന് പറയും. എങ്കിലേ ആത്മാവിന് ഭൂമി വിട്ടു പോകാൻ പറ്റൂ. എന്നാൽ അത് അഴിച്ചു മാറ്റണമെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ആയുധം വേണം. റോഹൻ അടുക്കളയിൽ കത്തിയെടുക്കാൻ പോയതും ഫിലിപ്പ് കിടന്ന മുറിയുടെ വാതിലടയും. ഫിലിപ്പിന്റെ ആത്മാവ് അവിടേക്ക് വരും. ഈ സമയം തന്നെ എൽസമ്മ അകത്തേക്ക് വന്ന് റോഹനെ ഉപദ്രവിക്കും. അവനെ അവൾ കൊല്ലാൻ നോക്കും. റോഹൻ അവരെ തള്ളിയതും അവരുടെ തല ഭിത്തിയിൽ ചെന്നിടിക്കും. ഫിലിപ്പിന്റെ ആത്മാവ് മധുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ കത്തിയുമായി റോഹൻ ഓടിച്ചെന്ന് ഫിലിപ്പ് കിടന്ന വാതിൽ തുറക്കും. അവൻ ഫിലിപ്പിന്റെ കാൽപാദം വെട്ടിയെടുത്ത് ചിലങ്കയും കാലും അടുപ്പിലെ തീയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. അതോടെ ഫിലിപ്പിന്റെ ആത്മാവ് ആ വീട്ടിൽ നിന്ന് മോക്ഷം കിട്ടി പുറത്തേക്ക് പോകും. ആ തീ വന്ന് മുറി മുഴുവൻ കത്തും. റോഹൻ മധുവിനെയും എൽസമ്മയും രക്ഷിച്ച് ഒരു വിധത്തിൽ വീട്ടിന് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ വീട് കത്തുന്നത് ഇവരിങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കും. ഇപ്പോഴാണെങ്കിൽ മധു കോൺട്രാക്ടർ പണിക്കൊപ്പം അച്ഛന്റെ ജ്യോതിഷ പണിയും കൂടെ ചെയ്യുന്നുണ്ട്. അവിടേക്ക് ജോർജ് എന്നൊരാൾ വരും. ഒരു അമ്മയും മകനും താമസിച്ചിരുന്ന വീട്ടിൽ ഒരു പ്രേതബാധയുണ്ടെന്നും ഒഴിപ്പിക്കണമെന്നും ജോർജ് പറയും. ഈ പറയുന്നത് ഭൂതകാലം എന്ന മലയാള സിനിമയുടെ ഒരു റെഫറൻസ് ആയിട്ടാണ്. അപ്പോഴാണ് അവിടേക്ക് റോഹൻ വരുന്നത്. അവൻ യുഎസിലേക്ക് പോകാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. രാത്രിയിൽ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരമാണ് വീണ്ടും മുറിയിൽ ഹെയർ ക്ലിപ്പിന്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. റൂമിലെത്തി നോക്കുമ്പോൾ ബെഡിൽ ആ ഹെയർ ക്ലിപ്പ് കിടപ്പുണ്ട്. ഒപ്പം ബെഡിൽ ആരോ ഇരിക്കുന്ന പാടും അവൻ കാണുന്നു. അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ റോഹൻ പുതപ്പെടുത്ത് അവിടേക്ക് വിരിച്ചു നോക്കും. അത് കൃത്യമായി ഒരാൾ ഇരിക്കുന്ന രൂപത്തിൽ തന്നെ വീഴും. ഒരു സ്ത്രീ ശബ്ദം റോഹൻ എന്ന് വിളിക്കും. അത് കനിയാവാനാണ് സാധ്യത. അങ്ങനെ സിനിമയുടെ അവസാനിക്കുന്നു. കൊള്ളാം, കണ്ടിരിക്കാം, നല്ലൊരു പടവാ, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഈ ഭയങ്കരമായിട്ട് ഇതിനകത്ത് കാണാനും എടുക്കാനും ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാ പറഞ്ഞത്. കൊള്ളാം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഒരു തവണ കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൽ കനി എന്തിനാ മരിച്ചത്? അത് ശരിക്കും സൂയിസൈഡ് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? അതുപോലെ തന്നെ ഫിലിപ്പിന്റെ പ്രേതം എന്തിനാ കനിയുടെ അനിയൻ കിരണിനെ ഉപദ്രവിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അത് മാത്രമല്ല, ഓൾറെഡി കനിക്ക് അറിയായിരുന്നല്ലോ അവളെ ഫോളോ ചെയ്തത് ഫിലിപ്പാണെന്ന്. പക്ഷെ അതൊന്നും പറഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും ഇതിനകത്ത് കാണിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് വല്ലതും കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഒരു തവണ കാണാം, നമുക്ക് ഒരു എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സിനിമയുമായി ഉടനെ കാണാം. ടാറ്റാ.